ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഞാനിവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് 4 മണി ചായയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ഇത് ചൂടോട് കൂടി സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ ഈ പൊട്ടറ്റോ റോൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ലുക്കാണ് ഇട്ടത്. ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിൻ്റെ പുറം ഭാഗം, അതുപോലെ ഇതിൻ്റെ ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടോ. ഇത് നമുക്ക് ചൂടോട് കൂടി സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പിലോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിലോ ഒക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ലൊരു കിടിലൻ റെസിപ്പിയാണ്. ഇത് ചൂടോട് കൂടി സെർവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവിടെ 1/2 കിലോഗ്രാം പൊട്ടറ്റോയാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ലേ, പൊട്ടറ്റോ ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. നന്നായിട്ടൊരു 3 വിസിൽ വരുന്നത് വരെ നമുക്കിതിനെ കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്കിതിനെ ഒരു വലിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ഈ കാണുന്ന രീതിയിൽ വേണം നമ്മളതിനെ ഉടച്ചെടുക്കാനായിട്ട്. മാഷർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ ഉടച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കടിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാഷർ വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ ഈ രീതിയിൽ ഇതിനെ പൊടിച്ചെടുത്ത് മുഴുവനായിട്ട് ഇവിടെ മാറ്റി വെക്കും. അപ്പം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഈ കാണുന്ന രീതിയിൽ തന്നെ ഉടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു, കാരണം എനിക്ക് കുറച്ച് അധികം എരിവ് ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിനനുസരിച്ച് ഇവിടെ എരിവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലോട്ടായിട്ട് 2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ 2 ടീസ്പൂൺ അളവിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതുകൂടി ആഡ് ചെയ്ത് അതോടൊപ്പം തന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഗരം മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതും നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പൊടി ഉപ്പാണ് ഉപയോഗിക്കുന്നത്, അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിലോട്ടായിട്ട് 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് ചതച്ചിട്ടാലും മതിയാവും. ഞാനിവിടെ പേസ്റ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലോട്ടായിട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്കിത് ആഡ് ചെയ്തില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മൈദ ഉപയോഗിച്ചാലും മതിയാവും. ഞാനിവിടെ ഗോതമ്പ് മാവാണ് ഉപയോഗിക്കുന്നത്. അത് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ടായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കൈയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ കൈ കൊണ്ട് വേണം നമ്മളിതിനെ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിലോട്ട് ആഡ് ചെയ്ത എല്ലാ മിക്സും നമുക്ക് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഈ കാണുന്ന രീതിയിൽ എല്ലാ ഭാഗത്തോട്ടും എല്ലാ മിക്സും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ സമയം നിങ്ങൾക്ക് കുറച്ചുകൂടി പൊടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോറോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ഈ മാവിൻ്റെ ഒരു പരുവം. ഇത് നമുക്ക് കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ നന്നായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ വേണം നമുക്ക് ആയി കിട്ടേണ്ടത്. ഈ ഒരു സമയം ഞാനിതിനെ നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇവിടെ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ മിക്സിനെ ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. പൊട്ടറ്റോ റോളാണല്ലോ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലോട്ട് തടവി കൊടുത്ത് ഈ കാണുന്ന രീതിയിലാണ് ഞാൻ അതിനെ റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളൊരു പത്തിരിക്കൊക്കെ ഉരുളയാക്കി എടുക്കുമല്ലോ, ആ രീതിയിൽ നമുക്ക് ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് ഈ കാണുന്ന രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്.
ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. റോളാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ കാണുന്ന രീതിയിൽ ഞാനിതൊരു ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഞാനിതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുറച്ച് നേരം ഇതിലോട്ട് വെച്ച് കൊടുക്കണം. നമ്മളിതിലോട്ട് ഈ റോള് വെച്ച് കൊടുത്ത് ഒരു 2-3 സെക്കൻഡ് നേരം വെച്ചതിന് ശേഷം വേണം നമ്മളിതിനെ ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട്. അല്ലാത്ത പക്ഷം ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മളതിനെ പൊരിച്ചെടുക്കാനായിട്ട്. ഇത് നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ പൊരിച്ചെടുക്കാനായിട്ട്. എന്നാൽ നമുക്കിതിൻ്റെ ഉൾഭാഗം എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ പുറംഭാഗം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാനും നല്ലതാണ് ഈ രീതിയിൽ നമ്മളതിനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യ ബാച്ച് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറിലായി കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് എണ്ണയൊന്നും കയറാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കുമ്പോൾ അതുപോലെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പൊരിച്ചെടുക്കുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതുപോലെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ നമുക്കിത് ഇനി അടുത്തത് മുഴുവനായിട്ട് ഇതേ രീതിയിൽ തന്നെ ഇവിടെ പൊരിച്ചെടുത്ത് മാറ്റി വെക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാൻ. എന്നാൽ നമുക്കിതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്തും അതുപോലെ തന്നെ അതിൻ്റെ പുറംഭാഗം നന്നായിട്ട് ക്രിസ്പി ആയിട്ടും കിട്ടും. നമുക്കിത് ഇതുപോലെ സെർവ് ചെയ്യുമ്പോൾ ഇതിലോട്ടായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ഗാർലിക് ചട്നിയോ കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടുവായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതെല്ലാവരും ട്രൈ ആക്കി നോക്കണേ. ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ പൊട്ടറ്റോ റോൾ റെസിപ്പി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്